السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة فخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാധനീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമകാരുണ്യകനും കരുണാവാരിധിയും സർവ്വലോകങ്ങളുടെയും സംരക്ഷകനുമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിതം ക്രമീകരിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം നയിക്കാൻ അവൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ മനുഷ്യകുലത്തിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പടച്ചറബ്ബ് എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിവരിക്കുമ്പോൾ നമുക്ക് കാണാം, ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്, ക്ലേശം സഹിക്കുന്ന, പ്രയാസവും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാകുന്ന രൂപത്തിൽ തന്നെയാണ് പടച്ചറബ്ബ് മാനവകുലത്തെ, മനുഷ്യകുലത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, പടച്ചറബ്ബ് വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യം വിശുദ്ധ ഖുർആനിൽ 29-ാം അധ്യായം സൂറത്തുൽ അങ്കബൂത്തിൽ 2-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, അഹസിബൻ നാസു അയ്യുത്രഖു അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. വിശ്വാസികളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കേവലം വിശ്വാസിയാണ് എന്ന് പറഞ്ഞു നടന്നതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വിശ്വാസിയായി ജനിച്ചു എന്നതിൻ്റെ പേരിൽ പടച്ചറബ്ബിൻ്റെ പരീക്ഷണങ്ങൾ ഏൽക്കാതെ, അവൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാതെ രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നുവരും, പ്രയാസങ്ങൾ കടന്നുവരും, ബുദ്ധിമുട്ടുകൾ കടന്നുവരും. അത്തരം പരീക്ഷണങ്ങളിൽ അത് രോഗമാകാം, കച്ചവടത്തിൻ്റെ തകർച്ചയാകാം, ബിസിനസ് രംഗത്തെ പാളിച്ചകളാവാം, കുടുംബരംഗത്തെ താളപ്പിഴവുകളാവാം. അങ്ങനെ പല രൂപത്തിൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, അതേപോലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മോഹങ്ങളുണ്ട്. ആ മോഹങ്ങൾ പൂവണിയാതിരിക്കുമ്പോൾ, തൻ്റെ പാപത്തെക്കുറിച്ച് മനുഷ്യൻ അശ്രദ്ധനാകുമ്പോഴെല്ലാം മനുഷ്യർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്തരം പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോഴെല്ലാം ഒരു വിശ്വാസി ഒരിക്കലും പടച്ചറബ്ബിനെ കുറ്റം പറയാനോ പടച്ചറബ്ബിനെ തള്ളിപ്പറയാനോ പാടില്ല.
മറിച്ച് ഇത് റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുന്നതോടൊപ്പം തന്നെ ആ റബ്ബിനെ കുറിച്ചുള്ള ഒരു ഹുസ്നുൽ വന്ന്, ഏറ്റവും നല്ലൊരു വിചാരം ഒരു സത്യവിശ്വാസി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, സമൂഹത്തിന്റെ അവസ്ഥ നാം പരിശോധിക്കുക. ഇത്തരം പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ നിരാശയുടെ ആഴങ്ങളിലേക്ക് ആപതിക്കുന്നവർ, അക്ഷമയുടെ അസഹ്യതയുടെ വാക്കുകൾ പറയുന്നവർ, അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയുന്നവരാണ് ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം, ആ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ 2 മക്കൾ നഷ്ടപ്പെട്ടു. മക്കളെക്കുറിച്ചൊരു വിവരവുമില്ല. ആ മക്കൾ നഷ്ടപ്പെട്ട ദുഃഖത്താൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. തന്റെ ബാക്കിയുള്ള മക്കളോട് അദ്ദേഹം പറയുന്നു, പോയി യൂസുഫിനെയും തന്റെ മകനെയും അന്വേഷിക്കുവിൻ. അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി കടന്നു പോകുന്ന ആ മക്കളോട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്ന ഒരു വാചകമുണ്ട്, വലാ തയഅസൂ മിർ റൗഹില്ലാ ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അല്ലയോ മക്കളെ, ആ മക്കളെ വിളിച്ചുകൊണ്ട് യാക്കൂബ് നബി പറയുന്നു, ഒരിക്കലും പടച്ച റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ആരാണ് പടച്ച റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നവർ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, തത്വനിഷേധികളല്ലാതെ സത്യനിഷേധികളായ ജനത മാത്രമാണ് പടച്ച റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നത്. ഇത് തന്നെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. സന്താനമില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥ, സന്തോഷവാർത്തയുമായി കടന്നു വരുന്ന മാലാഖമാർ, മലക്കുകൾ. ആ സമയത്ത് എനിക്കൊരു മകനുണ്ടാകുമോ എന്ന് ആശ്ചര്യത്തോടുകൂടി ചോദിച്ച ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുകൾ പറയുന്ന മറുപടി, ഇത് പടച്ച റബ്ബിന്റെ സന്തോഷവാർത്തയാണ്, അതുകൊണ്ട് താങ്കൾ ഒരിക്കലും നിരാശരാകരുത്. ഇത് കേൾക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, വമയ്യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാഹൂൻ, പടച്ച റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നത് അക്രമികൾ മാത്രമാണ്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അക്രമികളായ കാഫിരീങ്ങളായ സത്യനിഷേധികളായ ആളുകൾ മാത്രമാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുന്നത്. അതുകൊണ്ട് പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ഒരു സത്യവിശ്വാസി മനസ്സിലാക്കണം, ഇത് റബ്ബിന്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണം എന്റെ നന്മയ്ക്കാണ് എന്നുള്ള തിരിച്ചറിവ് ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, മയ്യുരിദുല്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, ഒരു മനുഷ്യന് പടച്ച റബ്ബ് നന്മ ഉദ്ദേശിച്ചാൽ അവന് വലിയ വീടുകൾ നൽകുമെന്നല്ല, വലിയ ജോലികൾ നൽകുമെന്നല്ല. പടച്ച റബ്ബിന്റെ വാചകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു, അള്ളാഹു ഒരു മനുഷ്യനെ നന്മ നൽകാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ യുസിബ് മിൻഹു, അവനെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കും. അവനെ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കി പടച്ച റബ്ബ് അവനെ ശുദ്ധീകരിക്കും. ഏതുപോലെ സ്വർണം, ആ സ്വർണം തീയിലിട്ടുരുക്കി സ്വർണത്തിന്റെ മാലിന്യങ്ങൾ കടഞ്ഞ് ആ സ്വർണത്തെ സംശുദ്ധമായ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് പോലെ പരീക്ഷണങ്ങളിലൂടെ പടച്ച റബ്ബ് സത്യവിശ്വാസിയെ ശുദ്ധീകരിച്ചെടുക്കുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങളിൽ ഒരു സത്യവിശ്വാസി ചിന്തിക്കേണ്ട ഒരു ചിന്ത, ഒരു സത്യവിശ്വാസിയുടെ ചിന്തകളിലും മനോമുഖരങ്ങളിലും കടന്നു വരേണ്ട ചിന്ത, അഥവാ തനിക്ക് ചെറിയൊരു രോഗം വന്നാൽ അവൻ ചിന്തിക്കേണ്ടത്, ഇതിനേക്കാൾ വലിയൊരു രോഗം എന്നിൽ നിന്ന് നീങ്ങാനായിരിക്കാം, എന്നിൽ നിന്ന് തടയപ്പെടാനായിരിക്കാം ഈ രോഗം എനിക്ക് വന്നത്. എന്റെ ജോലി നഷ്ടപ്പെട്ടു ശരിയാണ്, പക്ഷേ ഇതിനേക്കാൾ വലിയൊരു ജോലി എനിക്ക് കിട്ടാനായിരിക്കാം റബ്ബെനിക്ക് ഈ പരീക്ഷണങ്ങൾ വന്നത്. ജീവിതത്തിൽ കടങ്ങളുണ്ട്, പക്ഷേ ഭാവിയിൽ വരാനിരിക്കുന്ന വലിയൊരു ദാരിദ്ര്യത്തിൽ നിന്നുള്ള മോചനമായിക്കൊണ്ടായിരിക്കാം പടച്ച റബ്ബ് എനിക്ക് ഈ കടം നൽകിയത്. ഇങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസം, ഒരു ഹുസ്നുൽ വന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം എപ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരണം. അതുകൊണ്ട് ഇത്തരം പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അത് നന്മയ്ക്കാണ് എന്നുള്ള ചിന്ത, ആ ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. ഇന്ന ഹുസ്നൽ വന്നി ബില്ലാഹ് മിൻ ഹുസ്നി ഇബാദത്തില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരമാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഈ നല്ല വിചാരം അത് തന്നെയാകുന്നു ഏറ്റവും വലിയ ഇബാദത്ത്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇത്തരം രംഗങ്ങൾ കടന്നു വരുമ്പോൾ പലരും ആത്മഹത്യയിൽ അഭയം തേടുകയാണ്, പലരും മരണത്തെ കൊതിക്കുകയാണ്, പലരും മദ്യത്തിൽ അഭയം തേടുന്നു, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകൾ. എന്തിനെനിക്ക് റബ്ബേ ഇത്തരം പരീക്ഷണങ്ങൾ തന്നു എന്ന് ചോദിക്കുന്ന, അതിനെ റബ്ബിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസിയുടെ വിചാരഗതി, ഒരു വിശ്വാസിയുടെ വിചാരം എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെയായിരിക്കും റബ്ബ് തിരിച്ചും നമ്മെക്കുറിച്ചുള്ള വിചാരം. അഥവാ റബ്ബിനെ കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതേ രൂപത്തിൽ തന്നെയായിരിക്കും റബ്ബ് നമ്മോട് തിരിച്ചും ചിന്തിക്കുക, നമ്മളെക്കുറിച്ചും വിചാരിക്കുക. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ
ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം നമ്മെ പഠിപ്പിക്കുന്നു. യഖൂലുല്ലാഹു തആല, പടച്ചറബ്ബ് നമ്മോട് പറയുന്നു, അന ഇൻദ ളുന്നി അബ്ദീ ബി, ഞാൻ എന്റെ അടിമയുടെ വിചാരഗതികൾക്കൊപ്പമാണ്. എന്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാനും എന്റെ അടിമയെക്കുറിച്ച് വിചാരിക്കുക. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാനും അവനെ ഓർക്കും. ആ റബ്ബിനെ നമ്മൾ ഓർത്താൽ റബ്ബ് നമ്മളെയും ഓർക്കും. ആ റബ്ബ് ഒരിക്കലും നമ്മെ കൈവിടില്ല. ഫഇൻ ദക്കർനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ആ റബ്ബിനെ കുറിച്ചുള്ള വിചാരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ആ റബ്ബിന്റെ പരിഗണന തീർച്ചയായും നമുക്കുണ്ടാകും. വഇൻ ദക്കർനി ഫീ മലഇൻ, ആ റബ്ബിനെ കുറിച്ച് ഒരു സദസ്സിൽ നമ്മൾ ഓർത്താൽ, ഒരു സദസ്സിൽ ഇരുന്ന ആ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ, ആ റബ്ബിനെ കുറിച്ച് ഒരു സദസ്സിൽ ഓർത്താൽ പടച്ച റബ്ബ് പറയുന്നു, ഫീ മലഇൻ ഖൈറും മിൻഹും, അതിനേക്കാൾ ഏറ്റവും ഉത്തമമായ ഒരു സദസ്സിൽ വെച്ച് പടച്ച റബ്ബ് അവനെയും ഓർക്കും. വഇൻ തഖറബ അലയ്യ ബിശിബ്രിൻ തഖറബതു ഇലയ്യ ദിറാൻ, അവൻ എന്നോടൊരു ചാണെടുത്താൽ ഞാൻ അവനോടൊരു മുഴം എടുക്കും. വഇൻ തഖറബ ഇലയ്യ ദിറാൻ, അവൻ എന്നോടൊരു മുഴമെടുത്താൽ തഖറബതു ഇലൈഹി ബാഅ, ഞാൻ അവനോടൊരു ബാറെടുക്കും. വഇൻ അതാനി യംശി അതൈതുഹു ഹർവല, അവൻ എന്നോട് നടന്നെടുത്താൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുമെന്ന് പടച്ച റബ്ബ് നമ്മോട് പറയുന്നു. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, അതാണ് റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പരിചയപ്പെടുത്തേണ്ടത് ആ റബ്ബ് നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, അതുകൊണ്ട് വിശ്വാസികളെ ആ റബ്ബിനോട് പ്രാർത്ഥിക്കൂ, ആ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയുടെ കിരണങ്ങൾ വറ്റിപ്പോകരുത്. ഒരിക്കലും പ്രതീക്ഷ അസ്തമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഉൾപ്പെടരുത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹിജ്റ പോവുകയാണ് ഇസ്ലാമിന്റെ ആദർശത്തിന് വേണ്ടി. സൗർ ഗുഹയിൽ അവൾ ഒളിക്കുന്നു. ശത്രുക്കളുടെ ആഗമനം അറിഞ്ഞ് ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുമെന്നുള്ള ഘട്ടത്തിൽ സൗർ ഗുഹയിൽ ഒളിക്കുകയാണ്. ആ സമയത്ത് അതാ ശത്രുക്കൾ കടന്നു വരുന്നു. ഗുഹയുടെ തൊട്ടുമുന്നിൽ കാൽപെരുമാറ്റം അവർക്ക് കേൾക്കാം. ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ പ്രവാചകനെ കാണും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണും. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാത്ത പ്രയാസം, അവരെങ്ങാനും ഞങ്ങളെ കണ്ടാലോ, അവരെങ്ങാനും നമ്മെ കണ്ടാലോ, എന്തായിരിക്കും പ്രവാചകരുടെ സ്ഥിതി? യാ റസൂലല്ലാഹ് ലഅബ്സർനാ മാ ളുന്നുക യാ അബൂബക്കർ ബിസ്നൈനില്ലാഹു സാലിസുഹുമാ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ലഅബ്സർനാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർ നമ്മെ കാണുകയില്ലേ? അവരുടെ കയ്യിലെങ്ങാനും നമ്മൾ അകപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. മാ ളുന്നുക യാ അബൂബക്കർ, അബൂബക്കറെ എന്താണ് നിന്റെ വിചാരം? ബിഇസ്നൈനില്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടാളും തനിച്ചല്ല, നമ്മുടെ കൂടെ പടച്ച റബ്ബുണ്ട്. ആ റബ്ബ് നമ്മെ കാത്തുരക്ഷിക്കും. നോക്കൂ, ആ സദ്വിചാരം ഒരു വിശ്വാസിയുടെ കൂടെ എപ്പോഴും ഉണ്ടാകേണ്ട സദ്വിചാരം തീർന്നില്ല. വിശുദ്ധ ഖുർആന്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, മഹാനായ മൂസ അലൈഹിസ്സലാം ശത്രുക്കളിൽ നിന്ന് അത് ഇസ്രായേൽ സൈന്യത്തെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് മൂസ അലൈഹിസ്സലാം. പിന്നിലേക്ക് നോക്കുമ്പോൾ അതാ വരുന്നു ഫറോവയും കൂട്ടരും. ഇസ്രായേലിനെ പിച്ചി ചീന്താൻ ഫറോവയും കൂട്ടരും പിന്നിൽ തന്നെയുണ്ട്. ആ സമയത്ത് പേടിച്ചു വിറയ്ക്കുകയാണ് ഇസ്രായേലി സമൂഹം. അവരുടെ വാചകം, ഇന്നാ ലമുദ്റഖൂൻ, നമ്മളിതാ നശിക്കപ്പെടാൻ പോകുന്നു, നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു, ഇനി രക്ഷയില്ല. ആ സമയത്ത് മൂസ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി, ആ റബ്ബിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷ അദ്ദേഹത്തിന്റെ വാചകത്തിൽ, കല്ല, അങ്ങനെയല്ല, ഇന്ന മഈ റബ്ബി, എന്റെ റബ്ബിന്റെ കൂടെയുണ്ട്, സയഹ്ദീൻ, അവൻ എന്നെ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കും, എന്നെ രക്ഷപ്പെടുത്തും, എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് മൂസ അലൈഹിസ്സലാം പറയുന്നു. മാത്രവുമല്ല, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നിയിലേക്ക് എറിയപ്പെട്ടു, ആദർശമുറക്കെ പറഞ്ഞതിന്റെ പേരിൽ. അങ്ങനെ അഗ്നിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നു വരുന്ന വിചാരം, അദ്ദേഹത്തിന്റെ നാവിലൂടെ ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നു, ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹുവുണ്ട്, എനിക്ക് പേടിയില്ല, ഭയമില്ല, വനിഅമൽ വക്കീൽ, അവൻ വരമേൽപ്പിക്കാൻ എത്ര ഉത്തമൻ. ഈ ശുഭപ്രതീക്ഷ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ റബ്ബിന്റെ കൂടെയുണ്ട്, റബ്ബിനെ രക്ഷപ്പെടുത്തുമെന്നുള്ള ആ സദ്വിചാരം വിശ്വാസികളെ, സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ ഇതിനുദാത്തമായ മാതൃകയായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ പടച്ച റബ്ബ് നമ്മെ പഠിപ്പിക്കുന്ന വാചകം,
അന ഇൻദ ളുന്നി അബ്ദി ബി, ഞാൻ എന്റെ അടിമയുടെ വിചാരഗതികൾക്കൊപ്പമാണ്. എന്റെ അടിമ എന്നെ കുറിച്ച് ഏത് രൂപത്തിലാണോ വിചാരിക്കുന്നത്, നല്ല രൂപത്തിൽ വിചാരിച്ചാൽ ഞാനും അവനെ കുറിച്ച് നല്ല രൂപത്തിൽ വിചാരിക്കും. ഇന്ന ളുന്ന ബി ഖൈറൻ ഫലഹു വ ഇന്ന ളുന്ന ബി ശർറൻ ഫലഹു, നല്ല രൂപത്തിലാണോ അവൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നത്, എന്നെ കുറിച്ച് വിചാരിക്കുന്നത്, എന്നാൽ ഞാനും അവനെ നല്ല രൂപത്തിൽ തന്നെ വിചാരിക്കും, അവനെ ഞാൻ പരിഗണിക്കും. എന്നാൽ എന്നെ കുറിച്ച് അവൻ മോശപ്പെടുത്തിയാണോ ചിന്തിക്കുന്നത്, മോശപ്പെട്ട രൂപത്തിലാണോ അവന്റെ ചിന്ത, അവന്റെ ആ മനുഷ്യന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, എന്നാൽ വ ഇന്ന ളുന്ന ശർറൻ ഫലഹു, മോശപ്പെട്ട രൂപത്തിലായിരിക്കും റബ്ബ് അവനെ കുറിച്ചും ചിന്തിക്കുക. ഈ ഒരു സദ്വിചാരം വിശ്വാസികളെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. റബ്ബ് എത്രമാത്രം പരീക്ഷണങ്ങൾ നമ്മെ നടത്തിയാലും, ആ പരീക്ഷണങ്ങളിലൂടെ എന്തെല്ലാം നഷ്ടപ്പെട്ടാലും റബ്ബ് അതെല്ലാം കൃത്യമായി നമുക്ക് പകരം തരും. യാതൊരു സംശയവും വേണ്ട, റബ്ബ് അതെല്ലാം കൃത്യമായി നമുക്ക് പകരം തരും. മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ പറയട്ടെ, ലാ യുഹ്സിനു അബ്ദുൻ ബില്ലാഹി അസ്സ വജല്ല അള്ളന്ന ഇല്ലാ അതാഹു അല്ലാഹു അസ്സ വജല്ല വന്നഹു ദാലിക ബിഅന്നൽ ഖൈറ ബിയദിഹി. ലാ യുഹ്സിനു അബ്ദുൻ ബില്ലാഹി അസ്സ വജല്ല അള്ളന്ന, ഒരടിമ റബ്ബിനെ കുറിച്ച് നല്ലത് വിചാരിച്ചാൽ ഇല്ലാ അതാഹു അല്ലാഹു അസ്സ വജല്ല വന്നഹു, അവന്റെ ആ വിചാരഗതിക്കനുസരിച്ച് പടച്ച റബ്ബ് അവന് നന്മ നൽകാതിരിക്കുകയില്ല, അവന് പകരം നൽകാതിരിക്കുകയില്ല. കാരണമെന്താണ്? ലോകത്തെന്തെല്ലാം നന്മകളുണ്ടോ, ലോകത്തെന്തെല്ലാം പുണ്യങ്ങളുണ്ടോ, അത് റബ്ബിന്റെ കയ്യിൽ നിന്ന് മാത്രമാണ്, പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന് മാത്രമാണ്. കിട്ടിയിട്ടില്ലേ? ഇന്നലെ കണ്ട ചരിത്രം പരിശോധിച്ചാൽ സഹോദരങ്ങളിൽ നമുക്ക് കാണാം, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരീരമാകെ ശക്തമായ കുഷ്ഠരോഗം വന്നു, പ്രിയപ്പെട്ടവരെല്ലാം ഓടിപ്പോയി, പ്രിയപ്പെട്ട മക്കളെല്ലാവരും മരിച്ചു, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടിട്ടും റബ്ബിനെ രക്ഷപ്പെടുത്തുമെന്നുള്ള ആ ശുഭപ്രതീക്ഷ കാത്തു സൂക്ഷിച്ച മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നു, ഹദീസുകൾ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ഒരിക്കൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ വീട്ടിൽ ആരുമില്ലാത്ത സ്ഥലത്ത് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സ്വർണത്തിന്റെ വെട്ടികളികൾ അദ്ദേഹം കുളിക്കുന്ന കുളിപ്പുരയിൽ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നു. അയ്യൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹം അത് ഓരോന്നായി ശേഖരിക്കുകയാണ്. തന്റെ വസ്ത്രത്തിൽ ആ സ്വർണം കൊണ്ടുള്ള വെട്ടികളികൾ അദ്ദേഹം ശേഖരിക്കുന്നു. ആ സമയത്ത് റബ്ബിന്റെ വിളിയാളം, യാ അയ്യൂബു അലം അകുൻ നിനക്ക് മതിയായില്ലേ, നിനക്ക് പകരമായില്ലേ, നിനക്ക് ഇനിയും വേണോ, റബ്ബ് നിന്നെ ധന്യനാക്കിയില്ലേ എന്ന് പടച്ച റബ്ബിന്റെ ചോദ്യം. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് കൊടുക്കാനുള്ള മറുപടി, നാദാ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. എനിക്കിതാ എന്റെ സമ്പത്തെല്ലാം തിരിച്ചു കിട്ടിയിരിക്കുന്നു. നാദാ, നിന്റെ ബറക്കത്ത് കൊണ്ടല്ലാതെ യാതൊരുവിധ അനുഗ്രഹവും എനിക്ക് നേടാൻ കഴിയില്ല റബ്ബേ എന്ന് പറയുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം, അദ്ദേഹത്തിന്റെ രോഗം മാറി, അദ്ദേഹത്തിന് മരണപ്പെട്ട മക്കൾ, ആ മക്കൾ അതിനേക്കാൾ കൂടുതൽ സന്താനങ്ങൾ അദ്ദേഹത്തിനുണ്ടായി, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി. ആ റബ്ബിനെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷ അത് കാത്തു സൂക്ഷിച്ചതിന്റെ ഫലമായി നഷ്ടപ്പെട്ടതെല്ലാം റബ്ബ് തിരിച്ചു നൽകി. അതുകൊണ്ട് പ്രതീക്ഷയും പ്രത്യാശയും സഹോദരങ്ങളെ ഒരിക്കലും ഒരു വിശ്വാസി കൈവിടാൻ പാടില്ല, തളരാൻ പാടില്ല. അവൻ ഒരിക്കലും നഷ്ടക്കാരിൽ ഉൾപ്പെടാൻ പാടില്ല. അവൻ അതിശക്തമായി മുന്നോട്ട് പോകണം. ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടത് പ്രവാചകന്മാരാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായത് പ്രവാചകന്മാരാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞുവല്ലോ, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായത് പ്രവാചകന്മാരാണ്. ഫല്ലംസലു, പിന്നീട് അവർക്ക് താഴെയുള്ളവർ അവരാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ. മഹാനായ ഹദീസ് പണ്ഡിതൻ ഉത്ബത്ത് ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി, കർമ്മശാസ്ത്ര വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള മഹാവ്യക്തിത്വം. അദ്ദേഹത്തിന്റെ വലത് കാലിന് പഴുപ്പ് ബാധിച്ചു, കാല് മുറിച്ചു നീക്കേണ്ട ഘട്ടമെത്തി. ആ സമയത്ത് അദ്ദേഹത്തെ ഡോക്ടർമാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തെ ബോധം കെടുത്താൻ സമയത്ത് അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഈ വേദന ഞാൻ സഹിക്കാൻ ഒരുക്കമാണ്, അത് സഹിക്കാനും ഞാൻ തയ്യാറാണ്. അദ്ദേഹം ആ കാല് മുറിക്കുന്ന സമയത്താണ് ഒരു ദുഃഖവാർത്ത അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അതാ തന്റെ പ്രിയപ്പെട്ട മകൻ,
തന്റെ പ്രിയപ്പെട്ട മകൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിരിക്കുന്നു, മരണപ്പെട്ടിരിക്കുന്നു. കാല് മുറിച്ചു മാറ്റുന്ന അതേ സമയത്ത് തന്നെ മറ്റൊരു ദുഃഖവാർത്തയും അദ്ദേഹത്തെ തേടിയെത്തുന്നു. അദ്ദേഹം റബ്ബിനെ കുറ്റം പറഞ്ഞില്ല, റബ്ബിനെ തള്ളിപ്പറഞ്ഞില്ല, നാദാ എന്തിനെനിക്ക് നൽകിയെന്ന് ചോദിച്ചില്ല. മറിച്ച് ഉത്ബത്ത് ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നാവിൽ നിന്ന് വന്ന വാചകം, എനിക്ക് ബാക്കിയുള്ള മക്കളുണ്ടല്ലോ, ആ മക്കളെ തന്ന് റബ്ബിനെ അനുഗ്രഹിച്ചുവല്ലോ എന്ന് പറയുന്ന ഉത്ബത്ത് ഇബ്നു സുബൈർ റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൻ, ആൺമക്കൾ അധികമില്ലാത്ത, ആൺമക്കളെല്ലാം മരണപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൻ ഇബ്രാഹിം, ആ ഇബ്രാഹിം രോഗഗ്രസ്തനായി കിടക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. മകന്റെ അടുക്കിലേക്ക് പോവുകയാണ് അദ്ദേഹം. ആ മകനതാ സക്രാത്തിന്റെ ഘട്ടം, മകനെ താങ്ങി കയ്യിലെടുക്കുകയാണ് പ്രവാചകൻ. മകൻ അന്ത്യശ്വാസം വലിക്കുന്നു, ശ്വാസം മാഞ്ഞു വലിക്കുന്നു, ശ്വാസം കിട്ടാൻ പ്രയാസമുള്ള അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ധാരധാരെ ഉതിർന്നു വീണ് തന്റെ മടിയിൽ കിടക്കുന്ന ഇബ്രാഹിമിന്റെ മുഖത്ത് ആ കണ്ണുനീർ തുള്ളികൾ പതിക്കുകയാണ്. തൊട്ടടുത്തൊരു സഹാബി അത് നോക്കി നിൽക്കുന്നു, ഉസാമ റളിയല്ലാഹു അൻഹു. ആ ഉസാമ റളിയല്ലാഹു അൻഹു ആ രംഗം കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി തന്റെ പ്രിയപ്പെട്ട മകന്റെ മുഖത്തേക്ക് പതിക്കുന്ന കാഴ്ച. ആ സമയത്ത് ആ ഉസാമ റളിയല്ലാഹു അൻഹു വാവിട്ട് കരയുകയാണ്. അദ്ദേഹം പരിസരം പോലും മറന്ന് നിലവിളിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ലൈസ ഹാദാ മിന്നാ ഉസാമ, ഈ രൂപത്തിലുള്ള വിലാപം നമുക്ക് പറ്റിയതല്ല, അത് നമ്മുടെ ചര്യയല്ല. ലൈസ ലിസാരിഹിൻ ഹല്ല്, ഇതേപോലെയുള്ള അട്ടഹാസം വിശ്വാസിക്ക് പറ്റിയതല്ല. എന്നിട്ട് റസൂൽ പറഞ്ഞൊരു വാചകമുണ്ട്, തന്റെ ഒരേ ഒരു മകൻ, തന്റെ പ്രിയപ്പെട്ട മകൻ, ആ പ്രിയപ്പെട്ട മകനെ കയ്യിൽ താങ്ങിക്കൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞ വാചകം, അൽ ഖൽബു യഹ്സൻ വൽ ഐനു തദ്മ, ഹൃദയം ഇതാ തേങ്ങുകയാണ്, ഹൃദയത്തിന് വേദനയുണ്ട്. വൽ ഐനു തദ്മ, കണ്ണിൽ നിന്ന് കണ്ണുനീർ കണങ്ങൾ ധാരധാരെ ഒഴുകുന്നു. പക്ഷേ വലാ നഖൂലു മാ യുഗ്ളിബുർ റബ്ബ്, പടച്ചറബിന് ഇഷ്ടപ്പെടാത്ത, ആ പടച്ചറബിന് ദേഷ്യമുണ്ടാകുന്ന, അവന്റെ വെറുപ്പുണ്ടാകുന്ന ഒരു വാക്ക് പോലും ഞാനിതാ പറയില്ല, വിശ്വാസികളെ പറയാൻ പാടില്ല എന്ന് ആ സമയത്തും ലോകത്തെ പഠിപ്പിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരങ്ങളെ നാം മറക്കാതിരിക്കുക, സഹോദരങ്ങളെ നാം മറക്കാതിരിക്കുക. വഅന്നഹു ഹുവ അൽഹഖ വഅബ്ക, പടച്ചറബ്ബാണ് നമ്മെ ചിരിപ്പിക്കുന്നവൻ, ആ പടച്ചറബ്ബാണ് നമ്മെ കരയിപ്പിക്കുന്നവൻ. വഅന്നഹു ഹുവ അമാത വഅഹിയ, അവനാണ് നമ്മെ ജീവിപ്പിക്കുന്നവൻ, അവനാണ് നമ്മെ മരിപ്പിക്കുന്നവൻ. വഅന്നഹു ഹുവ അഗ്ന വഅഖ്ന, അവനാണ് നമുക്ക് ധന്യത നൽകുന്നവൻ, അവനാണ് നമുക്ക് ഐശ്വര്യം നൽകുന്നവൻ. ഈ ഒരു ചിന്ത വിശ്വാസികളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അതിനാൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ, ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ, കുടുംബ പ്രയാസങ്ങൾ മനസ്സിനെ തളർത്തുമ്പോൾ, ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ, ടെൻഷനുകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരേണ്ട ചിന്ത, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, അതെ പടച്ചറബ്ബന്റെ കൂടെയുണ്ട്, പടച്ചറബ്ബന്റെ കൂടെയുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബിയല്ലാഹ്, എനിക്ക് എന്റെ റബ്ബ് മതി. വനിഅമൽ വകീൽ, പരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ ആ റബ്ബാണ്, റബ്ബിനെ രക്ഷപ്പെടുത്തുമെന്നുള്ള ആ ശുഭപ്രതീക്ഷ വിശ്വാസികളെ, സഹോദരങ്ങളെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ രൂപത്തിൽ ചിന്തിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ പരമകാരുണികനായ റബ്ബ് നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവിന്റെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി എപ്പോഴും വിചാരിക്കേണ്ട വിചാരത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എൻ്റെ റബ്ബ് എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിലൂടെ എപ്പോഴും കടന്നു പോകേണ്ടതുണ്ട്. എന്നാൽ സമൂഹത്തിൻ്റെ അവസ്ഥ തിരിച്ചാണ് എന്നാണ് പഠനങ്ങളിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. സമൂഹം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വിശ്വാസികളിൽ പലരും ചിന്തിക്കുന്നത്, ഞാൻ ഇങ്ങനെ ചെയ്താൽ സമൂഹം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാൻ ഈ തെറ്റ് ചെയ്താൽ സമൂഹം എന്ത് വിചാരിക്കും, നാട്ടുകാർ അറിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് കരുതി തെറ്റുകളിൽ നിന്ന് പിന്മാറുന്ന വലിയൊരു വിഭാഗം ആളുകൾ സമൂഹത്തിൽ കാണാൻ കഴിയും. അതേപോലെ ഞാൻ ഇസ്ലാമികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിച്ചാൽ, എൻ്റെ വസ്ത്രം ഞെരിയാണിക്ക് മുകളിൽ നിന്നാൽ, ഇസ്ലാമിന്റെ ഡ്രസ് കോഡ് ഞാൻ അണിഞ്ഞാൽ സമൂഹം എന്നെക്കുറിച്ച് മതമൗലികവാദി എന്ന് വിളിക്കില്ലേ, സമൂഹം എന്നെക്കുറിച്ച് ആക്ഷേപിക്കില്ലേ എന്നൊക്കെ ചിന്തിച്ച് അതൊക്കെ ഒഴിവാക്കുന്ന ഒരു വലിയ സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവരാരും ചിന്തിക്കുന്നില്ല, ഞാൻ ഇങ്ങനെ നടന്നാൽ,
ഞാൻ ഈ തെറ്റ് ചെയ്താൽ, ഞാൻ ഇസ്ലാമിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒഴിവാക്കിയാൽ എന്റെ റബ്ബിനെ കുറിച്ച് എന്ത് വിചാരിക്കും, എന്റെ റബ്ബിനെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. മാത്രവുമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ പലതും നിസ്സാരമാണ്. പലതിനെയും ലാഘവത്തോടുകൂടി നിസ്സാരത്തോടുകൂടിയാണ് പലരും നോക്കിക്കാണുന്നത്. അതൊരു കരാർ ലംഘനമല്ലേ, അതൊരു ചെറിയ കളവല്ലേ, നിസ്സാരമല്ലേ, ചെറുതല്ലേ എന്നാണ് നമ്മിൽ പല ആളുകളും ചിന്തിക്കുന്നത്. എന്നാൽ മഹാനായ ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്ന വാചകം, ലാ തൻളുറു ഇലാ സിഗറിൽ ഖതിഅ, ഒരിക്കലും നിങ്ങൾ പാപങ്ങളുടെ വലിപ്പത്തിലേക്കോ ചെറുപ്പത്തിലേക്കോ അല്ല നിങ്ങൾ നോക്കേണ്ടത്, ചെറുതല്ലേ എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. വലാകിൻ ഉൻളുറു ഇലാ മൻ അസൈത, അത് ചെറുതാണെങ്കിലും ആരോടാണ് നിങ്ങളത് ചെയ്യുന്നത്, അത് ചെറുതാണെങ്കിലും നിങ്ങളെ പടച്ച റബ്ബിനോടല്ലേ അത് ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് മഹാനായ ബിലാൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു വാചകം നമുക്ക് കാണാം, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, പടച്ച റബ്ബിനെ മനസ്സിലാക്കേണ്ട പ്രകാരം മനസ്സിലാക്കാൻ, അറിയേണ്ട പ്രകാരം അറിയാൻ വലിയൊരു വിഭാഗത്തിന് സാധിച്ചിട്ടില്ല. പലരും മനസ്സിലാക്കിയതും പലരും തെറ്റിദ്ധരിച്ചതും റബ്ബിനെ ശിക്ഷകനായി കൊണ്ടാണ്, ശിക്ഷിക്കുന്ന റബ്ബ് എന്നാണ് പടച്ച റബ്ബിനെ കുറിച്ച് പലരും മനസ്സിലാക്കിയത്. അല്ല, തെറ്റിദ്ധാരണയാണത്. റബ്ബ് റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫാറാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയട്ടെ, ജഅലല്ലാഹു റഹ്മ 100 ജുസ്ഇൻ ഫഅംസക ഇൻദഹു 99 ജുസ്അ വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദൻ ഫമിൻ ദാലികൽ ജുസ്ഇ, അല്ലാഹു അവന്റെ കാരുണ്യത്തെ 100ആയി ഭാഗിച്ചിരിക്കുന്നു. പടച്ച റബ്ബ് അവന്റെ കാരുണ്യത്തെ 100ആയി വീതം വെച്ചിരിക്കുന്നു, ഭാഗിച്ചിരിക്കുന്നു. എന്നിട്ട് വഅംസക ഇൻദഹു 99 ജുസ്അ, അതിൽ 99ഉം റബ്ബ് അവന്റെ അടുക്കൽ പിടിച്ചു വെച്ചേക്കുകയാണ്, റബ്ബ് അവന്റെ അടുക്കൽ മാറ്റി വെച്ചിരിക്കുന്നു 99ഉം. എന്നിട്ട് വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് 1% മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അവൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ആ 100ൽ 1%, ഒരു അംശം മാത്രമാണ് ഈ ലോകത്തുള്ളത്. ആ ഒരംശത്തിൽപ്പെട്ടതാണ് സഹോദരങ്ങളെ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ വാഹനങ്ങൾ, നമുക്ക് പ്രിയപ്പെട്ടത് എന്തെല്ലാമുണ്ടോ, നമ്മുടെ ഹൃദയസ്പന്ദനം വരെ, നമ്മുടെ കണ്ണുകൾ ഇമവെട്ടുന്നത് വരെ ആ റബ്ബിന്റെ 1%ത്തിൽപ്പെട്ട കാരുണ്യത്തിൽപ്പെട്ടതാണെങ്കിൽ ഇവിടെ വിശ്വാസി ചിന്തിക്കേണ്ടത്, ഇവിടെ ഒരു വിശ്വാസി ആലോചിക്കേണ്ടത്, ആ 1% കാരുണ്യത്തിൽ തന്നെ നമ്മൾ കെട്ടിപ്പിണഞ്ഞ് കിടക്കണമോ? ആ 1% കാരുണ്യത്തിൽ മാത്രം കെട്ടിപ്പിണഞ്ഞ് നമ്മൾ കിടക്കണമോ? അതോ ആ 1% കാരുണ്യം ഉൾപ്പെടുത്തി 99 നേടാൻ നമ്മൾ പരിശ്രമിക്കണമോ? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ആലോചന, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആ രൂപത്തിലാണ്. ഇതാണ് ഒരു വിശ്വാസിയുടെ ചിന്ത. നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുണ്ട്, നമ്മുടെ ഭാര്യയാണ്, മക്കളാണ്, മാതാപിതാക്കളാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ നമ്മുടെ ഭാര്യയല്ല, നമ്മുടെ മക്കളല്ല, നമ്മുടെ മാതാപിതാക്കളല്ല, നമ്മുടെ ആൺമക്കളും പെൺമക്കളുമല്ല, പടച്ച റബ്ബാണ് ഏറ്റവും അധികം നമ്മെ സ്നേഹിക്കുന്നവൻ. ഈ ഭാര്യയെ നമുക്ക് തന്ന, ഈ മക്കളെ നമുക്ക് തന്ന, മാതാപിതാക്കൾ നമുക്ക് തന്ന റബ്ബാണ് നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത മനുഷ്യന്മാരാണ് ബഹുഭൂരിപക്ഷവും സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ റബ്ബിനെ ധിക്കരിക്കുന്ന മനുഷ്യർ, തള്ളിപ്പറയുന്ന മനുഷ്യർ, നിഷേധിക്കുന്ന മനുഷ്യർ, റബ്ബിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന മനുഷ്യർ, എന്നിട്ടും വിളിക്കുകയാണ് റബ്ബ്, പരമകാരുണ്യകനായ ഗഫൂറായ വദൂദായ റഹ്മാനായ റബ്ബ് നമ്മെ വിളിക്കുന്നു. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലയോ സ്വന്തത്തോട് തെറ്റ് ചെയ്ത അല്ലാഹുവിന്റെ അടിമകളെ, എന്റെ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങളിൽ തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, എനിക്കറിയാം. എന്നാൽ നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത്, എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുത്. പരമകാരുണ്യകനായ റബ്ബ് നമ്മെ വിളിക്കുകയാണ്, നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ എന്തെല്ലാം പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളെല്ലാം റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റിലേക്ക് നമ്മുടെ കണ്ണുകൾ ക്ഷണിക്കുമ്പോൾ, തെറ്റിലേക്ക് നമ്മുടെ കാതുകൾ ക്ഷണിക്കുമ്പോൾ, തെറ്റിലേക്ക് നമ്മുടെ കൈകളും കാലുകളും ക്ഷണിക്കുമ്പോൾ, തെറ്റിലേക്ക് നമ്മുടെ ഹൃദയം മാടി വിളിക്കുമ്പോൾ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഓടിയെത്തേണ്ടുന്ന ഒരു വചനം, വിശ്വാസിയുടെ മനസ്സിൽ ഓടിയെത്തേണ്ട ചിന്ത, അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം വഅന്നഹും ഇലൈഹി റാജിഊൻ, അല്ലദീന യളുന്നൂന അന്നഹും മുലാഖൂ റബ്ബിഹിം, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവരാണ്, ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടേണ്ടവനാണ്. വഅന്നഹും ഇലൈഹി റാജിഊൻ, ഞാൻ അവരിലേക്ക് തിരിച്ചു പോകേണ്ടവനാണ്. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തുകൂടാ,
ഞാൻ പാപങ്ങൾ ചെയ്തുകൂടാ എന്നുള്ള ഒരു ചിന്ത വിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നാവിൽ ഇസ്തിഗ്ഫാറുകൾ കടന്നു വരട്ടെ, നമ്മുടെ നാവിൽ പാപമോചനം കടന്നു വരട്ടെ, നമ്മുടെ നാവിൽ തൗബ കടന്നു വരട്ടെ, നമ്മുടെ നാവിൽ ആ റബ്ബിനെ കുറിച്ചുള്ള സദ്വിചാരം കടന്നു വരട്ടെ. ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് പോലും നൽകിയ ഉപദേശം, മരണപ്പെടുന്നതിന് 3 ദിവസം മുമ്പ് പോലും ലോകത്തിന്റെ പ്രവാചകൻ നൽകിയ ഉപദേശം പ്രിയമുള്ള സഹോദരങ്ങളെ നാം മറക്കാതിരിക്കുക. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വാചകം, ലാ യമൂതന്ന അഹദുക്കും, വിശ്വാസികളെ നിങ്ങൾ മരണപ്പെടരുത്, നിങ്ങൾ മരിച്ചു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനു വന്ന ബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചുള്ള നല്ല വിചാരത്തോടു കൂടിയല്ലാതെ, നല്ല ചിന്തയോടുകൂടിയല്ലാതെ വിശ്വാസികളെ ഒരിക്കലും നിങ്ങൾ മരണപ്പെട്ടു പോകരുത് എന്നുള്ള ആ പ്രവാചകന്റെ ജീവിതത്തിൽ അവസാന സമയത്ത് പോലും നൽകിയ ഉപദേശം സഹോദരങ്ങളെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കാൻ, ആ ഉപദേശം കാത്തു സൂക്ഷിക്കാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. കരുണാവാരിധിയായ റബ്ബ് അതിന് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഇന്നവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അവൻ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും കരുണാവാരിധിയായ റബ്ബ് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഒരു സഹോദരി രോഗഗ്രസ്തയായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന നിലയിൽ ഹോസ്പിറ്റലിലാണുള്ളത്. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അവരുടെ രോഗം പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ പൂർണ്ണമായി റബ്ബ് മാറ്റി കൊടുക്കുമാറാവട്ടെ. അവരുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും റബ്ബ് ലഘൂകരണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം ഉള്ളവരായി ജീവിച്ചു മരിക്കാൻ അത് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ നാട്ടിലെ ഭരണസാരഥികൾക്ക് ഈ രാജ്യത്തെ കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തിക്കാൻ അള്ളാഹു അനുഗ്രഹവും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനൻ നാർ. യാ മുഖല്ലിബൽ القلوب ثبت قلوبنا على دينك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم توفنا مسلمين وألحقنا بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والصلاة والسلام على أشرف المرسلين. الحمد لله رب العالمين.